ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മക്കയിൽ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കവേ ഖുറൈശി പ്രമുഖരായ അഹങ്കാരികളായ അവരുടെ ഇടയിൽ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ഗ്രാമാന്തരത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന കാട്ടറബിയായ ഒരു വേടനായ മനുഷ്യൻ മുമ്പിലൂടെ കടന്നുപോയി. അയാളുടെ തോളിൽ ഒരു ഉടുമ്പ്, ഇങ്ങനെ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉടുമ്പ് അയാളെ തോളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കവേ തന്റെ മുമ്പിലൂടെ നടന്നുപോയ കാട്ടിൽ പോയി വേട്ട നടത്തി കാട്ടുമൃഗങ്ങളെ പിടിച്ച് തിന്നുന്ന ആ കാട്ടറബിയായ അപരിഷ്കൃതനായ ആ കാട്ടറബിയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നീ ഏകനായ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, എന്നാൽ നീ ലോകത്തിൽ വിജയത്തിന്റെ പാതയിലോട്ട് നടന്നു പോകും. ആ സമയത്ത് ഖുറൈശി പ്രമുഖരുടെ നടുവിൽ നിന്നുകൊണ്ട് ആ വേടനായ മനുഷ്യൻ തന്റെ തോളത്ത് കിടക്കുന്ന ഉടുമ്പിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു പത്ര മുഹമ്മദേ, നീ പറഞ്ഞ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്, പക്ഷേ എന്റെ തോളത്ത് കിടക്കുന്ന ഉടുമ്പ് അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും ആ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെന്ന് അഹങ്കാരത്തോടുകൂടി യാഥാർത്ഥ്യബോധം തൊട്ടു തീണ്ടാത്ത മറുപടി പറഞ്ഞു വേടനായ കാട്ടറബി. എന്റെ തോളിൽ കിടക്കുന്ന പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത, വിവേക വികാര വ്യവച്ഛേദനമില്ലാത്ത, മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയാത്ത ഈ വന്യജീവിയായ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉടുമ്പ്, ആ ഉടുമ്പ് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാനും അതിന് തൊട്ടു പുറകെ വിശ്വസിക്കാമെന്ന് പ്രവാചകരോട് മക്കാ പ്രാന്തത്തിൽ ഇരുന്നു കൊണ്ട് ഖുറൈശി പ്രമുഖരുടെ മുമ്പിൽ ഏകനായ പടച്ചറപ്പിന്റെ വഹദാനിയത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയവേ മക്കാ ഖുറൈശികൾ മുഴുവനും പരിഹാസ രൂപേണ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത, സംസാര ഭാഷാശേഷിയില്ലാത്ത ഈ ഉടുമ്പെങ്ങനെയാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക? ഹബീബായ നബി തങ്ങളുടെ നേരെ പരിഹാസ ചുവയുള്ള ചിരിവിടത്തുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വേടന്റെ തോളത്ത് കിടക്കുന്ന ഉടുമ്പിന് നേരെ നോക്കിയിട്ട് ചോദിച്ചു പത്ര ഉടുമ്പേ, മൻ തഅബുദുക, ആരെയാണ് നീ ആരാധിക്കുന്നതെന്ന് ചോദിക്കവേ, മൻ തഅബുദുക, ഉടുമ്പേ നീ ആരെയാണ് ആരാധിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേടന്റെ തോളത്ത് കിടന്ന ഉടുമ്പ് അത്ഭുത സ്തബ്ധരാക്കിയിട്ട് ആ ഉടുമ്പ് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ ഉടുമ്പ് പറയുകയാണ്, ഹബീബായ നബി തങ്ങളോട് ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്നറിയോ? മൻ ഫിസ്സമായി അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു വഫിൽ ജന്നത്തി റഹ്മതുഹു വഫിൻ നാരി ഇഖാബുഹു. ആ ഉടുമ്പ് ഏകനായ പടച്ചറപ്പിനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞ വാക്ക് മൻ ഫിസ്സമായി അർശുഹു, ആരുടെ സിംഹാസനമാണോ ആകാശ ലോകത്ത് മുഴുവനും വിരിഞ്ഞു നിൽക്കുന്ന ആരുടെ സിംഹാസനമാണോ, വസിയ കുർസിയുഹു സമവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. ഈ ആകാശ ലോകത്തെ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ സിംഹാസനം ആരുടെ സിംഹാസനമാണോ, സുൽത്താനുഹു, ആരുടെ അധികാരമാണോ ഈ ഭൂമിയിൽ നടപ്പാവുക, സർവ അധികാരങ്ങൾക്കും അപ്പുറം അധികാരത്തെ വീതിച്ചു കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ ശക്തിയുണ്ടല്ലോ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. അധികാരങ്ങളെ നിയന്ത്രണ വിധേയമായി ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരുത്തന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന അധികാരങ്ങളെ ഈ ഭൂമിയിൽ നിയന്ത്രിക്കുന്ന ഏത് പരാശക്തിയാണോ, വഫിൽ ബഹരി സബീലുഹു, പാരാവാരം പോലെ
പരന്നു കിടക്കുന്ന കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന തിരമാലകളാൽ പ്രക്ഷുബ്ധമായ ഈ മഹാസമുദ്രത്തിന്റെ ഇടയിലൂടെ മനുഷ്യന് സഞ്ചരിക്കുവാൻ വഴി കീറി കൊടുത്ത പരാശക്തിയാരോ വഫിൽ ജന്നത്തി റഹ്മത്തുഹു. നാളെ എല്ലാം കഴിഞ്ഞ് പടച്ചറപ്പിന്റെ പരലോകത്തെത്തുമ്പോ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗലോകത്ത് ആരും ഇതേവരെ കാണാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച് തന്നെ അടിമയെ കാത്തിരിക്കുന്ന ഉടമസ്ഥനായ റബ്ബാനാണോ? വഫിന്നാരി ഇഖാബുഹു. ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തെമ്മാടികളായി നടന്നു പോയവർക്ക് നാളെ കത്തിക്കാളുന്ന നരകത്തിലെ ശിക്ഷകൾ സ്ഥാപിച്ചു വച്ച ഈ ശിക്ഷകളുടെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനാരോ അവനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഒറ്റ വാക്കിൽ ഈ ഉടുമ്പ മറുപടി പറഞ്ഞപ്പോ സത്യനിഷേധികളായ മക്കാ ഖുറൈശികളെ അമ്പരപ്പിച്ചുകൊണ്ട് വേടന്റെ തോളത്ത് കിടന്ന ഉടുമ്പ മറുപടി പറഞ്ഞപ്പോ മൻഫിസ്സമായി അർശുഹു ഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഗരി സബീലുഹു വഫിൻ നാരി ഇഖാബുഹു വഫിൽ ജന്നത്തി റഹ്മത്തുഹു. ഈ സർവമാന ഗുണസവിശേഷങ്ങളുടെ ഉടമസ്ഥനായ ഏകനായ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഉടുമ്പ മറുപടി പറയവേ മന്ദഹാസ പുഞ്ചിരിയോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടുമ്പിനോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു അത്ര ഉടുമ്പേ മൻ അന, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ഉടുമ്പേ? ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത ഉടുമ്പിനോട് ചോദിച്ചു ഉടുമ്പേ നിന്നോട് ചോദ്യം ചോദിച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന കഅബാലയത്തിന്റെ മത്താഫിൽ നിൽക്കുന്ന ഞാനാരെന്ന് നിനക്കറിയോ? വീണ്ടും ഉടുമ്പിന്റെ മറുപടി നബിയേ അങ്ങാരാന്ന് എനിക്കറിയാം നബിയേ. അന്ത റസൂലു റബ്ബിൽ ആലമീൻ അന്ത ഖാതിമുൻ നബിയ്യീൻ ഖദ് അഫ്ലഹ മൻ സദ്ദഖക ഖദ് അഫ്ലഹ മൻ സദ്ദഖക വഖദ് ഖാബ മൻ കദ്ദബക. ആ ഉടുമ്പ മറുപടി പറഞ്ഞു നബിയെ അങ്ങാരെന്നറിയോ? അന്ത റസൂലു റബ്ബിൽ ആലമീൻ. ഈ സർവലോക രക്ഷതി ഈ സർവലോകത്തിന്റെ ഈ ചരാചരങ്ങൾക്ക് സകലമാന സമാധാനത്തിന്റെ സുഹൃതമായി പടച്ചറബ് അവതരിപ്പിച്ച അഖില ലോകത്തിന്റെ പ്രവാചകനല്ലയോ അങ്ങ്? അന്ത ഖാതിമുൻ നബിയ്യീൻ. 1,24,000 പരം വരുന്ന പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചിട്ട് ആമിനയുടെ ഗർഭാശയത്തിൽ ഉദയം ചെയ്ത പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തിന്റെ ഉടമസ്ഥനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫയല്ലേ അങ്ങ്? എനിക്കറിയാം തിരുദൂതരെ ഖദ് അഫ്ലഹ മൻ സദ്ദഖക. തന്റെ യജമാനനായ വേടന്റെ തോളത്തിരുന്നിട്ട് ഉടുമ്പ് പറഞ്ഞു അത്രേ ആര് അങ്ങയെ സത്യപ്രവാചകനായി അംഗീകരിച്ചോ, അങ്ങയുടെ പ്രവാചകത്തെ ആര് സമ്മതിച്ചുവോ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയാണ് തിരുദൂതരെ. അങ്ങയെ ആര് കളവാക്കിയോ അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനാണ്. യാ റസൂലല്ലാഹ് എന്ന് ഹബീബായ നബി തങ്ങളോട് ഉടുമ്പ മറുപടി പറഞ്ഞപ്പോ അത്ഭുത സ്തബ്ധരായി നിൽക്കുന്ന മക്കാ ഖുറൈശികളുടെ ഇടയിൽ നിന്ന് ആ തോടത്തിരിക്കുന്ന ഉറുമ്പിനെ താഴോട്ടിറക്കി വെച്ച് ആ വേടനായ അപരിഷ്കൃതനായ മനുഷ്യന് ഫവഖഅതു ബൈന യദയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് കുനിഞ്ഞു വീണിട്ട് ആ വേടൻ പറഞ്ഞു അത്രേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങ് അല്ലാഹുവിന്റെ സത്യപ്രവാചകനാണെന്ന്, ആരാധനക്കല്ലാതെ അല്ലാഹുവല്ലാതെ മറ്റൊരാൾ അർഹനില്ലെന്ന് ഞാനിതാ സാക്ഷ്യപ്രമാണത്തിന്റെ സത്യസാക്ഷ്യം രേഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞ് ആ വേടൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപ്പാദങ്ങളിലേക്ക് വീണു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര ഞാൻ പറഞ്ഞത് എന്തെന്നറിയുമോ? മനുഷ്യനല്ല, കേവലം ഒരു ഉടുമ്പിന് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരാന്നവർക്കറിയാം. ഈ ഭൂമിയുടെ അധികാരം നിയന്ത്രിക്കുന്ന
നിയന്ത്രിക്കുന്നത് പടച്ച റബ്ബാനറിയാം. ആകാശത്തിന്റെ അധികാരം പടച്ച റബ്ബിനാന്നറിയാം. ഈ ഭൂമി ലോകത്തിന്റെ സർവ്വ അനക്കങ്ങളും അടക്കങ്ങളും ചേട്ടകളും നിശ്ചേട്ടകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് പടച്ച റബ്ബാ. ഏകനായ അല്ലാഹു ആരെന്ന് ചോദിച്ചാൽ അവർക്കറിയാത്തതൊന്നുമില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്ർ وَيَعْلَمُ مَا فِي الْبَرِّ وَالْبَحْرِ وَمَا تَسْقُطُ مِنْ وَرَقَةٍ إِلَّا يَعْلَمُهَا. ഈ കാണുന്ന വടവൃക്ഷത്തിൽ നിന്നൊരു പച്ചിലെങ്ങാനും കൊഴിഞ്ഞ് താഴോട്ട് വീടാൽ അതും എന്റെ റബ്ബറിയാടെ താഴോട്ട് വീഴുകയില്ലെന്ന് മനുഷ്യനല്ലാത്ത സർവ്വതിനും തിരിച്ചറിവുണ്ട്. ഈ പക്ഷികൾക്ക് തിരിച്ചറിവുണ്ട് പടച്ച റബ്ബിനെ കുറിച്ച്. ഈ ആകാശത്തു കൂടി പറന്നു പോകുന്ന പക്ഷികളുണ്ടല്ലോ, ആ പക്ഷികൾക്ക് പോലും അറിയാം. വമാ മിനദ്ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുകും. ആകാശത്തു കൂടി പറന്നു പോകുന്ന പക്ഷികളെ കണ്ടോ നബിയേ? ആ പക്ഷികൾ ഇങ്ങനെ ആകാശത്തു കൂടി ചിറക് വിരിച്ചു പറന്നു പോകുമ്പോ ആ പക്ഷികൾക്കറിയാം നമ്മളിങ്ങനെ ചിറക് വിരിച്ചിട്ട് ആകാശത്തൂടെ പറന്നു പോകുമ്പോ ഏകനായ അല്ലാഹുവാണ് താഴോട്ട് വീടാടെ നമ്മളെ താങ്ങി നിർത്തിയത്. അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നില്ലെങ്കിൽ ആകാശത്തൂടെ പറക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ആകാശത്തു കൂടി പറന്നു പോകുന്ന പക്ഷികൾ എന്താണ് ചെയ്യുന്നതെന്നറിയോ? കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹാ. അവ ആകാശത്തു കൂടി പറന്നു പോകുമ്പോ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തിട്ടാണ് പറന്നു പോകുന്നത്. കാരണം പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ്. വീട്ടിൽ കാത്തിരിക്കുന്ന കുഞ്ഞു പക്ഷി പറവാദികൾക്ക് ഭക്ഷണം തേടി പറന്നു പോകുമ്പോ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിങ്ങനെ പറക്കാൻ കഴിയുന്നതെന്ന് കാക്കറിയാം, പരുന്തിനറിയാം, കഴുകനറിയാം, പ്രാവിൻ കൂട്ടങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊക്കെ പറന്നു പോകുമ്പോ കൂട്ടിലിരിക്കുന്ന മക്കൾക്ക് അന്നം തേടി പറന്നു പോകുമ്പോ അവ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് അന്നം തേടി നാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോ എന്റെ പടച്ച റബ്ബിനിക്ക് ഭക്ഷണം തന്നാലല്ലാതെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടായിട്ടും ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാതെ നടക്കുന്നത് നന്ദി കെട്ട മനുഷ്യൻ മാത്രമാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാ. നിന്നേക്കാൾ നന്ദി ഈ പരുന്തിനുണ്ടോ? നിന്നേക്കാൾ നന്ദി ഈ പറവകൾക്കുണ്ടോ? എല്ലാം ഈ കാണുന്ന തരുക്കളും താരകങ്ങളും പക്ഷികളും പറവകളും മണ്ണും വിണ്ണുമൊക്കെ ഏകനായ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാ. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനുമൊക്കെ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഏകനായ അല്ലാഹുവിൽ നിന്ന് എന്തേ മനുഷ്യ നിങ്ങൾ മാത്രം ഇത്രയേറെ അകന്നു പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. അല്ലാഹു നമുക്ക് അവനിലേക്ക് എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏകനായ റബ്ബിലേക്ക് എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.